മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകളാലും അനുഗ്രഹങ്ങളാലും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് തൻ്റെ ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ ഈശോ പിതാവിനെ അനുകരിച്ചുകൊണ്ട് പിതാവിൽ നിന്ന് എല്ലാം പഠിച്ച് അത് ചെയ്യുന്നതാണ് കാണുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് എങ്കിൽ ദൈവം നമ്മുടെ അപ്പനാണ്. അപ്പനായ ദൈവത്തെ നോക്കി മക്കളായ നമ്മൾ ഓരോരുത്തരും പഠിക്കണം. ആ പിതാവ് പറയുന്നതേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാവൂ എന്നാണ് ഈ തിരുവചനം പഠിപ്പിക്കുന്നത്. ഈശോനാഥൻ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ പിതാവ് പഠിപ്പിച്ചതെല്ലാം ചെയ്തിട്ടുണ്ട്. പിതാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് ഈശോ നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോ ഈ ലോകത്തിൽ വന്ന് പ്രവർത്തിച്ചത് എന്തൊക്കെയാണ്? നന്മ ചെയ്തു, കരുണ കാണിച്ചു, തന്നെ വേദനിപ്പിച്ചവരെ പോലും സ്നേഹിച്ചു, വിശുദ്ധിയെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചു. അങ്ങനെയെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിശുദ്ധിയെ സ്നേഹിക്കാൻ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ, നന്മ ചെയ്യാൻ, കാരുണ്യപ്രവർത്തികൾ ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണമെന്നാണ് ഈ വചനം നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നത്. പിതാവ് ഈശോയിലൂടെ ഈ ലോകത്തിൽ നമ്മെ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ, പിതാവായ ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ ഓരോരുത്തരും അത് പ്രവർത്തിക്കുവാനായിട്ട് കടപ്പെട്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് ക്ഷമിക്കാൻ, സ്നേഹിക്കാൻ, കരുതാൻ, നന്മ ചെയ്യാൻ, വിശുദ്ധിയിൽ ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും പഠിക്കണം. നമുക്ക് പഠിക്കാം. വീണ്ടും 25-ാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്: മരിച്ചവർ ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. പാപത്തിലോ നിരാശയിലോ മരവിച്ചുപോയ നമ്മുടെ മനസ്സുകൾക്ക് വചനം കേൾക്കുമ്പോൾ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ലഭിക്കുന്നു. പല വിധത്തിൽ നമ്മുടെയൊക്കെ മനസ്സ് മരവിച്ചു പോകാനായിട്ട് ഇടയുണ്ട്. നമ്മളൊക്കെ പാപം ചെയ്യുമ്പോൾ പാപത്തിൽ നിബന്ധിച്ച് കിടക്കുന്ന ആ അവസ്ഥയിൽ നമ്മുടെ മനസ്സ് പ്രത്യാശ നഷ്ടപ്പെട്ട്, പ്രതീക്ഷ നഷ്ടപ്പെട്ട്, സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട് പോകാറുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, വേദനകളിൽ, പരാജയങ്ങളിൽ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് നമ്മളൊക്കെ കടന്നു പോകാറുണ്ട്. എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ വചനം കടന്നു ചെല്ലുമ്പോൾ മരവിച്ച മനസ്സ് പുത്തൻ പ്രതീക്ഷയിലേക്കും സ്വപ്നങ്ങളിലേക്കും കടന്നു വരുമെന്നാണ് തിരുവചനം പഠിപ്പിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രതീക്ഷ അറ്റുപോകുന്ന നിമിഷങ്ങളിൽ, സ്വപ്നങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥകളിൽ വചനത്തിലേക്ക് തിരിയുവാനും വചനത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തെയും ജീവിതത്തിൻ്റെ ഇന്നത്തെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്കോട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്കും അധ്വാനങ്ങളിലേക്കും അങ്ങിറങ്ങി ചെല്ലണമേ. ഓരോരുത്തരെയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുടെ പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. എല്ലാ തിന്മകളും തകരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.